MIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റങ്ങൾ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച് SYS അവകാശ സംരക്ഷണ സമ്മേളനം കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി 10,000 സംഗമിച്ചു. മോദി ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയെന്ന് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. മർക്കസ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണങ്ങൾക്കു പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം ലഭിക്കാത്തവരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോട്ട് മാറ്റി നൽകുന്നത് RBIയിൽ മാത്രം, ജനം ദുരിതത്തിൽ. തിരുവനന്തപുരത്തെ RBI ഓഫീസിന് മുന്നിൽ ഇന്നും പ്രതിഷേധ സമരങ്ങൾ. പുതിയ 500 രൂപ നോട്ടിൽ അച്ചടി പിശക്, പെട്ടെന്ന് അച്ചടിച്ചതിനാലാണ് തെറ്റുപറ്റിയതെന്ന് RBI. സാമൂഹ്യവിരുദ്ധ ശക്തികൾ ശക്തിപ്പെടുന്നതിനാൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീ പ്രശ്നങ്ങൾ പോലീസ് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നും പിണറായി. സംസ്ഥാന സർക്കാരും ക്വാറി ഉടമകളും ഒത്തുകളിക്കുന്നുവെന്ന് സുപ്രീംകോടതി. ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് രൂക്ഷ വിമർശം. വിശദമായ വാർത്തകളിലേക്ക്. ശരീഅത്ത് നിയമങ്ങളിൽ ഒരു വിധത്തിലുള്ള മാറ്റങ്ങളും സാധ്യമല്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഓരോ വ്യക്തിക്കും അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം വകവെച്ചു തരലാണ് ഇന്ത്യയുടെ ഭരണത്തലവനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കരുത് എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി ഇന്ന് വൈകിട്ട് കോഴിക്കോട് സംഘടിപ്പിച്ച ഐതിഹാസികമായ അവകാശ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിതമല്ല, മനുഷ്യന് അതിൽ പ്രവേശനം ഇല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. സൃഷ്ടാവിന്റെ മതമാണ്. ആ മതത്തിൽ കൈകടത്താൻ മുസ്ലിമിനും അവകാശമില്ല, അല്ലാത്തവർക്കും അവകാശമില്ല. അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ശക്തിയായി ഇതിനുവേണ്ടി വാദിക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അതിനെതിരായി ഇവിടെ ഒരു ശക്തിക്കും വരാൻ സാധ്യമല്ല. സുന്നത്ത് ജമാഅത്തിനെ ഒരു ശക്തിക്കും ഒറ്റപ്പെടുത്താൻ സാധ്യമല്ല എന്നതിന് തെളിവാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ ജനസാഗരമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടിച്ചത് ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ഒറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതാരെന്ത് കളിച്ചാലും അതിനെ ഊതിക്കെടുത്താൻ ആർക്കും ഒരിക്കലും സാധ്യമേ അല്ല. എന്നാൽ മറ്റു ചിലർ സ്റ്റേജ് കിട്ടിയാൽ പരിസരവും വിഷയവും മറന്ന് തെറിപ്പാട്ട് നടത്താറാണ് പതിവ്. തങ്ങൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. പക്ഷേ ഞങ്ങളും ഞങ്ങളല്ലാത്ത ചിലരുമായി വ്യത്യാസമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. സ്റ്റേജ് കിട്ടിയാൽ അപ്പോൾ ശരീരത്തെ മറന്ന്, ചരിത്രത്തെ മറന്ന്, ലോകത്തെ മറന്ന് ആക്ഷേപങ്ങളും തെറിപ്പാട്ടുകളും പറയാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ഞങ്ങൾ അങ്ങനെ മറന്നുപോകില്ല. ഞങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം, പക്ഷെ നിയമം ഇവിടെയുണ്ട്, ആ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ സമയത്തും ഒറ്റക്കെട്ടായി ജനങ്ങൾ പ്രവർത്തിക്കുമെന്ന് വ്യക്തമാണ്. ഈ കാണുന്ന വലിയ സമൂഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഇതേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000 സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തി. മഗ്‌രിബ് നിസ്കാരത്തോടെ നഗരി കവിഞ്ഞൊഴുകി. സമസ്ത പ്രസിഡന്റ് റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കടപ്പുറം സമീപകാലത്ത് സാക്ഷിയായ ഏറ്റവും വലിയ സമ്മേളനമായി SYS അവകാശ സംരക്ഷണ സമ്മേളനം മാറി.
ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ചെയ്തികളെന്ന് മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ സെക്യുലർ ദേശീയ അധ്യക്ഷനുമായ എച്ച്.ഡി. ദേവഗൌഡ. മുന്നൊരുക്കമില്ലാതെ നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ ജനങ്ങൾക്ക് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി അനുമതി നിഷേധിച്ചത് ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കാരന്തൂർ മർക്കസ് സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. See, what is all these things going on? You can't take the parliament and address the house. Such a disrespect. How can the Republic of India can sustain? The workers, they can't get their wages. So what is all these things? It is nothing but creation of such a biggest damage to the nation and to the economy. And now our census is going down. See, delegation, all party delegation has gone from Kerala to meet the Prime Minister. He is refused to give an appointment. It is going to adversely affect our federal system. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്താകെ പടർന്ന മർക്കസിന്റെ സേവനങ്ങൾ വലുതാണ്. അനാഥകളുടെയും അഗതികളുടെയും ഉന്നതമായ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ദേവഗൌഡക്കുള്ള ഉപഹാര സമർപ്പണം മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി നൽകി. കൃഷ്ണൻകുട്ടി എം.എൽ.എ, മുംതാസ് മംഗലാപുരം, കെ ലോഹിയ, അഡ്വക്കേറ്റ് കെ സഫറുള്ള, അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ്, ഷെരീഫ് പാലോളി, പ്രൊഫസർ എ.കെ. അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സ്വാഗതവും ഒനീസ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. മലപ്പുറം സ്വലാത്ത് നഗറിൽ മഅദിൻ അക്കാദമിയിൽ ലൈഫ് ലോങ് ലേണിംഗ് സെന്ററിന്റെയും മതസൌഹാർദ്ദ സംഗമത്തിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി ഡയറക്ടർ പ്രൊഫസർ എം ഭാസ്കർ മുഖ്യാതിഥിയായിരുന്നു. കെ കൃഷ്ണൻകുട്ടി എം.എൽ.എ, അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, അഡ്വക്കേറ്റ് പി.എം. സഫറുള്ള, പി.കെ.എം. സഖാഫി ഇരിങ്ങലൂർ, അബ്ദു ഹാജി വേങ്ങര, മൂസ മുസ്ലിയാർ മഞ്ഞപ്പറ്റ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. നോട്ട് അസാധുവാക്കിയ വിഷയത്തിൽ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം ലഭിക്കാത്തവരാണ് സർക്കാരിന് മുന്നൊരുക്കമില്ലെന്ന് ആരോപിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പരാമർശത്തിൽ പ്രധാനമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ തടസ്സപ്പെട്ടു. നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം 8ാം ദിനത്തിലെത്തി നിൽക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത്. പാർലമെന്റിന്റെ ഇരുസഭകളിലുമല്ല, പാർലമെന്റ് ഹൌസിൽ തന്നെ നടന്ന പൊതുപരിപാടിയിലായിരുന്നു മോദിയുടെ പ്രതികരണം. നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറെടുപ്പ് നടത്താതിരുന്നതല്ല അവരുടെ പ്രശ്നം. കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം ലഭിക്കാതിരുന്നതാണ് പ്രതിപക്ഷത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സാമൂഹ്യവിരുദ്ധ ശക്തികൾ ശക്തിപ്പെടുന്നതിനാൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ പരിശീലന രീതി പരിഷ്കരിക്കണം. നിയമം ലംഘിക്കുന്ന പോലീസുകാർ അത് തിരുത്തേണ്ട സമയമാണെന്നും പോലീസ് അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന പാലനത്തിൽ കേരളം മുന്നിലാണെങ്കിലും എല്ലാം ഭദ്രമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാമൂഹ്യവിരുദ്ധ ശക്തികൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. ചില മാഫിയകൾക്കെതിരെയും ജാഗ്രത ആവശ്യമാണ്. ക്രമസമാധാന പാലനത്തിൽ നല്ല ജാഗ്രതയും ശ്രദ്ധയും തുടർച്ചയായി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇവിടെ ഒട്ടേറെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. ചിലർക്ക് കൃത്യമായ മാഫിയ രീതികൾ വന്നിട്ടുണ്ട്. അത്തരം മാഫിയ രീതികളോടൊന്നിനോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റില്ല. പരിശീലനം കഴിഞ്ഞ ചിലരിൽ കുറ്റവാസനയുള്ളവരായി കാണുന്നു. പരിശീലനത്തിലെ പ്രശ്നമായി ഇത് കാണണം. പരിശീലന രീതിയിൽ മാറ്റം വരുത്തണം. കുറ്റം തെളിയിക്കാൻ കാടൻ രീതി ഉപയോഗിക്കരുത്. ഇത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. സ്ത്രീ പ്രശ്നങ്ങൾ പോലീസ് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഘട്ടത്തിൽ പരിശീലനം നേടിയവരാകെ ഒരു പ്രത്യേക രീതിയിൽ കുറ്റവാസനയുള്ളവരായി മാറുന്നുവെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ പരിശീലനത്തെക്കുറിച്ച് അതീവ ഗൌരവമായി വിലയിരുത്തുകയും ഹീനമായ മർദ്ദന മുറകൾക്ക് വിരാമിടാൻ കഴിയണം. ഏതെങ്കിലും തെറ്റായ നടപടികളുണ്ടായാൽ ആ തെറ്റായ നടപടികൾക്ക് പോലീസ് സേനയിലെ അംഗമാണ് എന്നതുകൊണ്ട് സംരക്ഷണം ലഭിക്കില്ല. അസാധുവാക്കിയ നോട്ടുകൾ ബാങ്കുകളിൽ മാറ്റിവാങ്ങാനാവില്ലെന്ന ഉത്തരവോടെ ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി. റിസർവ് ബാങ്കിൽ മാത്രം ഇന്ന് നോട്ടുകൾ മാറ്റി നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ RBI ഓഫീസിന് മുന്നിൽ ഇന്നും പ്രതിഷേധ സമരങ്ങൾ നടന്നു. നേരത്തെ അറിയിച്ചതിൽ നിന്ന് വിരുദ്ധമായാണ് അസാധുവാക്കിയ ഇന്നു മുതൽ 500, 1000 നോട്ടുകൾ മാറ്റി നൽകില്ലെന്ന് ഇന്നലെ രാത്രി സർക്കാർ ഉത്തരവ് വന്നത്. ഇന്ന് രാവിലെ റിസർവ് ബാങ്ക് കേന്ദ്രങ്ങളിൽ മാത്രം നോട്ടുകൾ മാറ്റി നൽകുമെന്ന് അറിയിപ്പ് വന്നു.
നിരവധി പേർ ഈ സൌകര്യം ഉപയോഗപ്പെടുത്തി. വിദേശികൾ അടക്കമുള്ളവർ രോഷത്തോടെയാണ് പുതിയ തീരുമാനത്തോട് പ്രതികരിച്ചത്. റിസർവ് ബാങ്ക് നോട്ട് മാറ്റി നൽകുന്നത് എത്ര ദിവസത്തേക്കുണ്ടാകുമെന്ന് വ്യക്തമല്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും LIC ഏജന്റുമാരുടെ സംഘടനയുമാണ് തിരുവനന്തപുരത്തെ RBI റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചില്ലറക്ഷാമം മൂലം വ്യാപാരം പ്രതിസന്ധിയിലായത് ഉന്നയിച്ചാണ് വ്യാപാരികളുടെ ധർണ. ജില്ലയിൽ ഒരു വിഭാഗം വ്യാപാരികൾ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. പിൻവലിച്ച 500 രൂപ നോട്ടിന് പകരമായി സർക്കാർ പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടും വിവാദത്തിൽ. 2 തരം 500 രൂപ നോട്ടുകൾ പ്രചാരത്തിലുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. നിറത്തിലും ആകാരത്തിലും വ്യത്യസ്തമായ 2 തരം നോട്ടുകളാണ് നിലവിലുള്ളത്. കള്ളപ്പണവും വ്യാജ നോട്ടുകളും തടയാനാണ് 500, 1000 രൂപ നോട്ടുകൾ പെട്ടെന്ന് പിൻവലിച്ചതെന്ന് പ്രധാനമന്ത്രി മോദി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഒരേ വിലയുള്ള 2 തരം നോട്ടുകൾ രംഗത്തെത്തുന്നത് വ്യാജ കറൻസി റാക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ലഭിച്ച ഏറ്റവും നല്ല പാരിതോഷികമായി മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കള്ളനോട്ടും യഥാർത്ഥ നോട്ടും തിരിച്ചറിയുക ഇതോടെ ദുഷ്കരമാകും. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലുള്ള നിഴൽ, ദേശീയ ചിഹ്നം പ്രദർശിപ്പിച്ചിട്ടുള്ള സ്ഥലം, നിറം, ബോർഡിന്റെ ആകൃതി എന്നിവയിലാണ് പ്രകടമായ വ്യത്യാസം ദൃശ്യമായിട്ടുള്ളത്. ധൃതി പിടിച്ച് നോട്ടുകൾ അച്ചടിക്കേണ്ടി വന്നതിനാലാണ് ഇത്തരമൊരു പിശക് സംഭവിച്ചതെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന വിശദീകരണം. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ നാളെ കോൺഗ്രസ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് തൃശൂർ കലക്ടറേറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലായിരുന്നു സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ വടക്കാഞ്ചേരി MLA അനിൽ അക്കര ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിൽ സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരും ക്വാറി ഉടമകളും ഒത്തുകളിക്കുന്നുവെന്നും എല്ലായിടത്തും ഇതുതന്നെയാണ് സ്ഥിതിയെന്നും കോടതി വിമർശിച്ചു. 5 ഹെക്ടറിൽ താഴെയുള്ള പാറമടകൾക്ക് പാരിസ്ഥിതികാനുമതിയില്ലാതെ ലൈസൻസ് നൽകുന്നതിനെ പിന്തുണച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് കോടതിയുടെ വിമർശനം. കരിപ്പൂർ റിയാദ് വിമാന സർവീസ് പുനരാരംഭിക്കുന്നു. ഡിസംബർ 2 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നേരിട്ട് സർവീസ് നടത്തുന്നത്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകും. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നു. ഡിസംബർ 2 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത്. നിലവിൽ സൗദിയിലെ ദമാമിലേക്ക് മാത്രമാണ് കോഴിക്കോട്ട് നിന്നും നേരിട്ട് സർവീസ് ഉള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ജെറ്റ് എയർവേസ് കമ്പനികളാണ് ഈ സർവീസ് നടത്തുന്നത്. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് റൺവേ നവീകരണ ഭാഗമായി കഴിഞ്ഞ വർഷം മെയ് 1 മുതലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടർന്ന് ഇവിടെ നിന്ന് ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ, സൗദി എയർലൈൻസ് കമ്പനികൾ നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു. ആഴ്ചയിൽ 4 സർവീസാണ് റിയാദിലേക്ക് കരിപ്പൂരിൽ നിന്ന് നടത്തുക. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 9:15 കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം റിയാദ് സമയം രാവിലെ 11:45 അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:15 തിരിക്കുന്ന വിമാനം രാത്രി 8:45 തിരിച്ചെത്തും. 189 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന B777-300 വിമാനമാണ് സർവീസ് നടത്തുക. 30 കിലോഗ്രാം ബാഗേജ് അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം. നേരത്തെ കോഴിക്കോട് ജിദ്ദ റൂട്ടിൽ 424 സീറ്റുള്ള എയർ ഇന്ത്യയുടെ B747 ജംബോ ജെറ്റ് വിമാനവും കോഴിക്കോട് റിയാദ് റൂട്ടിൽ 342 സീറ്റുള്ള B777 വിമാനവുമായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. സൗദി എയർലൈൻസ് 344 സീറ്റുള്ള ബോയിംഗ് 777 വിമാനമാണ് കരിപ്പൂരിലേക്ക് സർവീസ് നടത്തുന്നത്. റിയാദിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നെങ്കിലും വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകാതെ ഈ സെക്ടറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകില്ല. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. വാർത്തകൾ ചുരുക്കത്തിൽ. ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റങ്ങൾ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച് SYS അവകാശ സംരക്ഷണ സമ്മേളനം കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി 10,000 സംഗമിച്ചു. മോദി ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയെന്ന് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. മർക്കസ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് മാറ്റി നൽകുന്നത് RBIയിൽ മാത്രം, ജനം ദുരിതത്തിൽ. തിരുവനന്തപുരത്തെ RBI ഓഫീസിന് മുന്നിൽ ഇന്നും പ്രതിഷേധ സമരങ്ങൾ. പുതിയ 500 രൂപ നോട്ടിൽ അച്ചടി പിശക്, പെട്ടെന്ന് അച്ചടിച്ചതിനാലാണ് തെറ്റുപറ്റിയതെന്ന് RBI. സംസ്ഥാന സർക്കാരും ക്വാറി ഉടമകളും ഒത്തുകളിക്കുന്നുവെന്ന് സുപ്രീം കോടതി. ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് രൂക്ഷ വിമർശനം. സാമൂഹ്യവിരുദ്ധ ശക്തികൾ ശക്തിപ്പെടുന്നതിനാൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീ പ്രശ്നങ്ങൾ പോലീസ് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നും പിണറായി. ആരോപണങ്ങൾക്കു പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം ലഭിക്കാത്തവരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com.
കൂടുതൽ വാർത്തകൾക്കായി www.sunniOnlineClass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.